ഹായ് നമസ്കാരം, ഞാൻ അനീഷ്. നമ്മുടെ ഡേ 3 ചലഞ്ചാണ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ലൊക്കേഷൻ മാറ്റി പിടിച്ചു. അത് ഭയങ്കര കോമഡി ആട്ടോ. നമ്മുടെ റൂമിൽ രതീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. സുഹൃത്ത് തൃശ്ശൂർകാരനാണ്. എല്ലാ ദിവസവും കൃത്യമായി ഓടാൻ പോവുകയും കൃത്യമായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് ലതീഷ്. അപ്പം ലതീഷ് എന്നും പോകുന്ന ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുൻപോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയ വരും. അതിൽ നിന്ന് കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു പാർക്കിംഗ് വരും. ആ പാർക്കിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ ടേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വാക്കിംഗ് സ്പേസ് ഉണ്ട്. അതിൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഒരു ലേക്കിലേക്കാണ് പറഞ്ഞത്. ഭയങ്കര മനോഹരമാണ് ലേക്ക് എന്നാണ് രതീഷ് പറഞ്ഞത്. നമ്മൾ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. അതിൽ ബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് പോകുന്ന ഒരു വഴിയിലൂടെ ഒരു 4 ദിവസം അടുപ്പിച്ച് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ആ വഴി എനിക്ക് തെറ്റും. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ ടാക്സി വിളിച്ചൊക്കെ നമ്മൾ ഇനി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചോ. ഇനിയിപ്പം ടാക്സി ഡ്രൈവർ ഗൂഗിളിൻ്റെ സഹായത്തോടെ ഡെസ്റ്റിനേഷൻ കറക്റ്റ് ചെയ്ത് പോയാൽ പോലും ഗൂഗിളിനെ ഞാൻ വഴിതെറ്റിക്കും, ടാക്സി ഡ്രൈവറെ ഞാൻ വഴിതെറ്റിക്കും. അവസാനം വണ്ടി വിളിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക്. അതാണ് ഞാനാണ് ഊഹിക്കാൻ പോലും പോയിട്ടില്ലാത്ത മേഖലയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. എന്താണെങ്കിലും പഴയ പോലല്ല, ഈ പ്രാവശ്യം ഞാൻ 2 കളിപ്പിച്ച് ഓടാൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ 1 കിലോമീറ്റർ ഞാൻ ഓടി തന്നെ തീർക്കും ആടിലേക്ക്. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ആ എൻട്രിയിലേക്ക് എത്തിയതിന് ശേഷം വീണ്ടും കാണാം. ഓക്കെ നമ്മളെന്താണെന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഏരിയയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തി. ഈ റെസിഡൻഷ്യൽ ഏരിയ കഴിഞ്ഞ് ഇനി മുൻപോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പാർക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ബിഫോർ ദെയർ, ഐ തിങ്ക് തൊട്ട് മുന്നിലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടേക്കുള്ള മൂവിങ് ആണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. വന്ന് ഞാൻ ഓടിയിട്ടാ, ഞാൻ എടുക്കണായി നോക്കട്ടെ. എന്താണുള്ള ലൊക്കേഷൻ ഇതാന്ന് തോന്നുന്നു. ഇവിടെ ഒരു പാസേജും പാർക്കിങ് കഴിഞ്ഞ് കറക്റ്റ് ഒരു ലേക്ക് നമുക്ക് കാണാം കേട്ടോ. ഈ ചങ്ങായി പറഞ്ഞ പോലെ അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊന്ന് അവിടെ ഒന്ന് പോയി നോക്കാം. നോക്കട്ടെ എന്താ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് എവിടെയെങ്കിലും കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നീ ആരാണ്, എൻ്റെ പട്ടയ സ്ഥലത്തോട്ട് കിടന്നു വരാൻ നീ ആരാന്ന് അവിടെ ആരും ഇവിടെ ചോദിക്കൂല. കാരണം വേറൊന്നുമല്ല, ഇവിടെ അറബ് രാജ്യമായതുകൊണ്ടും പട്ടയത്തിന് വേറെ ഭാഷയൊക്കെയല്ലേ പറയുന്നത്. വേറെ അതിനോടർത്ഥം വരുന്ന വേറെ വേർഡ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പട്ടയ സ്ഥലത്ത് കയറി വരാൻ നീ ആരാടെന്ന് ഇവിടെ ആരും ചോദിക്കുമല്ല. എന്തെങ്കിലും അറബി ചോദിക്കുമായിരിക്കും. അതുപോലെ നമുക്ക് നോക്കാം എന്നാണല്ലോ. അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ ഇതാണ് നമ്മുടെ എൻട്രി. വളരെ മനോഹരം. പക്ഷേ ഇതിൽ ഒരുപാട് പേര് നടക്കുന്നൊക്കെയാണ് കേട്ടോ. ഇരുട്ടാണെങ്കിലും ആൾക്കാർ സഞ്ചാരമൊക്കെ ഉണ്ട്. സഞ്ചാരമല്ല കേട്ടോ, ഇവരും ഇതുപോലെ തന്നെ ജോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കും. വീഡിയോ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വീഡിയോ മേടിക്കും. പതുക്കെ തിരിക്കാം. ഓക്കെ ഇതാട്ടോ ലേക്ക്. വാ, അതിമനോഹരമായൊരു ലേക്ക്. എന്താ ബ്യൂട്ടി. പിന്നെ ഇവിടെയൊക്കെ പുല്ല് നട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പുല്ലിനകത്തൂടെ കയറി ചവിട്ടി കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വൻ വിഷയമാണ്. അവിടെ അവർ അത്രത്തോളം എല്ലാ ദിവസവും അവന് കൃത്യമായ വെള്ളം കൊടുത്തും കൃത്യമായ പരിചരണം കൊടുത്തും വളർത്തുന്ന ഒന്നാണ്. നമുക്ക് ഈ പുല്ലിൻ്റെ ഒരു ഏരിയ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ലേക്കിൻ്റെ ആ ഒരു ബോർഡറിലേക്ക് എൻ്റർ ആവാൻ ഒരു വഴി നോക്കാം. കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാതെ. കിട്ടിയില്ല, എന്നാലും ഇവിടെ വന്നിട്ട് സൂം ചെയ്യാം. ഈ ഒരു ലൊക്കേഷൻ സൂം ചെയ്യാം. ഇവ നോക്കി, എന്താ ബ്യൂട്ടി, എന്താ മനോഹാരിത. എനിക്കെന്തായാലും ഈ ഏരിയ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇതൊരു ഒന്ന് സർക്കിളൊന്നും അടിച്ചിട്ട് ഒരു സർക്കിള് കവർ ചെയ്യാം. കവർ ചെയ്തതിന് ശേഷം അത്യാവശ്യം വെട്ടം കിട്ടുന്ന ഭാഗം ഇവിടെ ഒന്നും ഇല്ല. നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ ഇറങ്ങാൻ വേണ്ടി ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെക്ഷൻ ചെയ്യാണ്ട് ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഭയങ്കര പ്രശ്നമാണ്. നാളെ മുതൽ ഇനിയിപ്പം കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് 2 കിലോ മണ്ണെണ്ണയും 2 കിലോ അല്ല 2 ലിറ്റർ മണ്ണെണ്ണയോ പെട്രോൾ മാക്സ് നമ്പർ വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. നോക്കട്ടെ, നമുക്കൊരു സ്പേസ് ഇവിടെ കിട്ടും. ഒന്ന് കറങ്ങട്ടെ ഇത് മൊത്തം. ഓക്കെ ഇതല്ലേ കൺസ്ട്രക്ഷൻ. ഓക്കെ ഇവിടുത്തെ സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 7:30 കഴിഞ്ഞിട്ടുള്ളൂ ഇവിടുത്തെ സമയം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 9 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. നോക്കി എന്ത് ഭംഗിയാണ്. ഇതിനടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ചോയിത്രം എന്ന് പറയുന്നൊരു മാളാട്ടോ. ആ ഒരു സൈഡ് ഞാൻ അതിൻ്റെ അപ്പുറ സൈഡിൽ വന്നിട്ടുണ്ട് ഏതൊരു സാഹചര്യങ്ങളിൽ. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. എന്തായാലും ബ്യൂട്ടി. ഡേ 3 ചലഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തമിഴ് സിനിമയുടെ ഡയലോഗും മലയാള സിനിമ ഡയലോഗും ഒന്നിച്ച് വന്ന പോലെ ആയിപ്പോയി. ഏത് പണ്ണാലും പ്ലാൻ പണിത്താൻ പണ്ണണം, പ്ലാൻ പണ്ണാമ പണ്ണാ ഇപ്പിടി ഇരിക്കും. അതുപോലൊക്കെ തന്നെയായിരുന്നു.
പിന്നെ എന്താണ് മറ്റേ യോധയ്ക്കകത്ത് പറയുന്നല്ലേ, ദോ വന്നിരിക്കുന്നു തോറ്റു തുന്നം പാടി നിൻ്റെ മാൻ എന്ന് പറയുന്ന പോലെ അറിയ അവസ്ഥയായിരുന്നു. നമുക്കൊരു വിസിബിലിറ്റി ഇല്ലായിരുന്നു അവിടെ. നമുക്കൊന്ന് വീഡിയോ, ഞാൻ അത്യാവശ്യം ഓടി, നല്ല രീതിയിൽ ഞാൻ ഓടി, അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പുഷപ്പൊക്കെ ചെയ്തു, കുറച്ച് വയറിനുള്ള എക്സസൈസൊക്കെ അടിച്ചു. കാരണം നല്ലൊരു ലൊക്കേഷനാണ് അത്. നമുക്ക് ഭയങ്കര പീസ്ഫുൾ തോന്നിയ ലൊക്കേഷനായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ എന്ത് പറയാനാ, എൻ്റെ വിജയകഥകൾ എനിക്കത് എക്സ്പ്രസ് ചെയ്യാനോ ഒന്ന് കാണിക്കാനുള്ളൊരു മാർഗ്ഗം അവിടെ ഇല്ലാണ്ടായിപ്പോയി. കറണ്ട് ഇല്ലാണ്ടായിപ്പോയി, എന്നെ ചെയ്യാനാ. അപ്പോൾ എന്താണെങ്കിലും പക്ഷെ നമ്മൾ വിടുകയല്ല. നമ്മൾ തോറ്റ് നമ്മൾ പിന്മാറുന്ന ചരിത്രം ഒത്തിരി ഉണ്ടെങ്കിലും ഇതിൽ നമ്മൾ പിന്മാറില്ല. നാളെ വീണ്ടും, നാളെ മോർണിംഗ് ഇതേ സമയത്ത്, മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇതേ സമയം വരികയല്ലേ, ഇപ്പോൾ രാത്രിയല്ലേ, ഇതേ സമയം തന്നെ, ഇതേ സമയം വരെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ രാവിലെ എന്താണെങ്കിലും വീണ്ടും അതേ ലൊക്കേഷൻ നമ്മൾ പോകും. കറണ്ട് ഇല്ലെങ്കിലും സൂര്യദേവൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ വീണ്ടും ഡേ 4 ചലഞ്ച് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഞാനൊന്ന് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വിജയങ്ങൾ കാണാൻ ആരും ഇല്ലാണ്ടായിപ്പോയി, സാരമില്ല. അപ്പോൾ എന്തായാലും ഡേ 4 കാണാം. ഡേ 13, ഡേ 15 കഴിയുന്ന തൊട്ട് നമുക്ക് 1 ചലഞ്ചുകൾ വരും. അതുപോലെ നമ്മൾ ഒഴുക്കിൽ പോകും. കാരണം എനിക്കും ആ ഒഴുക്കിനനുസരിച്ച് എത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാം. ഇന്നത്തെ എന്താണേലും പണി പാടിപ്പോയി. ബൈ, സി യു. ചലഞ്ച് 4. താങ്ക് യു.